ബിഗ് ബോസ് മലയാള സീസൺ 7 ലൈവ് അപ്ഡേഷനിലൂടെ അടക്കം വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശോഭ വിശ്വനാഥിൻ്റെ ചുറ്റിലും, അതായത് ഈച്ച പൊതിയുന്നത് പോലെ ആര്യനുണ്ട്, അനുമോളുണ്ട്, അക്ബർ ഖാനുണ്ട്, നെവിനുണ്ട്, അനീഷുണ്ട്, ഷാനവാസ്, അതേപോലെ തന്നെ ബിന്നി, ആദില, ലക്ഷ്മി. വൈൽഡ് കാർഡായിട്ടുള്ള വന്നിട്ടുള്ള ലക്ഷ്മിക്ക് ഗംഭീരമായിട്ടുള്ള ഒരാട്ടാണ് നമ്മൾ ശോഭ വിശ്വനാഥ് കൊടുക്കുന്നത്. ആളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്കിപ്പോൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ ഒരു കാര്യം, അതായത് എനിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതായത് ആളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് എനിക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല, നോർമലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വരുന്ന അതിഥികളെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിയണം. അതേപോലെ തന്നെ അവരുടെ അടുത്ത് നല്ലോണം ഇടപഴകിയാൽ, അവരുമായിട്ട് നല്ലോണം സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അവരുമായിട്ട് നല്ലോണം ഒരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ അവരുടെ കയ്യിലുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവരെ വെറുപ്പിക്കുകയാണെങ്കിൽ, അവർ പറയുന്ന കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ അടുത്ത് നിന്ന് ആട്ടും തുപ്പും അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും തന്നെ കിട്ടില്ല എന്നുള്ളത് മുന്നേയുള്ള സീസണിലുള്ള വ്യക്തികൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ശോഭ വിശ്വനാഥും അഖിലമാരാറൊക്കെയുള്ള സീസണുകളിൽ, അതായത് ഈ റോബിനും ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പല കളികളും നടന്നതാണ്. അവർ നേരിട്ട് പലതും സഹിക്കേണ്ടതായിട്ടും ത്യജിക്കേണ്ടതായിട്ടും വന്നതാണ്. സ്വാഭാവികമായിട്ടും അവർക്കതിൻ്റെ, അതായത് ആ ഒരു വാല്യൂം കാര്യങ്ങളും എല്ലാം തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ആ ഒരു ഗെയിമിൻ്റെ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് പോലും ലക്ഷ്മി അത് അംഗീകരിക്കുന്നില്ല. ആളിപ്പോഴും പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഇത്രയും ആളുകൾ ലക്ഷ്മിയെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം വിട്ടുപിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു ടാസ്കിൽ ലക്ഷ്മിക്ക് ഇവരുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് ആ ഒരു ലൈവ് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ലക്ഷ്മി ഒന്ന് ട്രാക്ക് മാറ്റി പിടിക്കേണ്ടതായിട്ട് വരുമെന്നാണ് ആ ലൈവിലൂടെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം.